Hi friends, welcome to I Choose Kitchen. ഇന്ന് ഞാൻ സുഖിയനാണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബെല്ലൈക്കൺ കാണാം, അത് ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സുഖിയൻ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/4 കപ്പ് ചെറുപയർ, 1 കപ്പ് തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ നെയ്യ്, 1/2 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഉപ്പ്, ശർക്കരപ്പാനി, ഓയിൽ ആവശ്യത്തിന്. ചെറുപയർ ഒരു 5-6 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം ഞാനൊരു 5 മണിക്കൂർ ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ള ചെറുപയറാണ്. ഇനി ഇത് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഈ ചെറുപയർ ഒന്ന് മുങ്ങിക്കെടുക്കണ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് കുക്കർ മൂടി വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ ചെറുപയർ വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കുക്കറിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വറ്റിച്ചെടുക്കണം. ഇതൊന്ന് ഈ കൈയിലുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങയും കുറച്ച് ഏലക്കായ പൊടിച്ചതും ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്താൽ മതി. പാകത്തിനുള്ള ശർക്കരപ്പാനി ആഡ് ചെയ്താൽ മതി. ഈ ശർക്കരപ്പാനി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കരുത്. ശർക്കരയുടെ ഒരു 1/4 ഭാഗം മുങ്ങിക്കിടക്കുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉരുളകളാക്കിയിട്ട് എടുക്കാം. നല്ല കുഞ്ഞേ ഉരുളകളാക്കരുത്. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഉരുളകളാക്കി എടുക്കണം. ഇതുപോലത്തെ ഉരുളകളാക്കിയിട്ട് എടുക്കണം. ഇപ്പം ഞാൻ എല്ലാതും ഉരുളകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഇതിനൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറേശ്ശെ വെള്ളം ആഡ് ചെയ്തിട്ട് ബാറ്റർ തയ്യാറാക്കാം. കുറച്ച് കട്ടിയിൽ വേണം ബാറ്റർ തയ്യാറാക്കാനായിട്ട്. പിന്നെ കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ പാകത്തിന് കട്ടിയിൽ ഞാൻ ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ മുക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായാൽ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായാൽ ഉരുളകൾ ബാറ്ററിയിൽ മുക്കിയിട്ട് ഓയിലിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. സുഖിയ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. സുഖിയൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.